ഹായ് സ്റ്റുഡൻസ്, നമ്മൾക്കിന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് പോവാണ് അല്ലേ. എന്താണ് നോക്കിയേ, കാടകങ്ങളിലെ ഏറുമാടൽ. ഈ ഒരു പാഠം എന്ന് പറയുന്ന മക്കളെ, നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കാനന ഭംഗിയും ആ കാടിൻ്റെ സൗന്ദര്യവും എല്ലാം നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്. ആ ഒരു ഭംഗിയെല്ലാം നമുക്ക് ആസ്വദിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണിത്. എന്താണ് നോക്കിക്കേ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? നോക്കിയേ, നമ്മുടെ വയലാർ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നുണ്ടോ. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. എന്താണ് നോക്കിക്കേ, കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. ഇതാണ് നമ്മുടെ ആ ഒരു കാടിനെ പറ്റി. കണ്ടോ, എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ ആദ്യം പിറന്ന വീടാണ് കാടെന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ കാടെന്ന് പറയുന്നത്? കാടെന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ ആദ്യമായി പിറന്ന വീടാണ് കാട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മുടെ ആദിമ മനുഷ്യരെല്ലാവരും എന്താണ്, കാട്ടിലല്ലേ വസിച്ചിരുന്നത്? അതല്ലേ അവരിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മുടെ ആദ്യകാലത്ത് നമ്മൾ നിങ്ങളിപ്പം SS-ലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ആദ്യകാലത്തെ മനുഷ്യർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന്. അവരെന്തായിരുന്നു? അവർ കാട്ടിൽ വസിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് എന്താണ് ഒരു സമയത്ത് എന്താണ് ആഹാരത്തിന് വേണ്ടിയിട്ട് എന്താണ് അവർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതല്ല, എന്താണ് അവർ വേട്ടയാടി മൃഗങ്ങളെയൊക്കെയാണ് കഴിച്ചിരുന്നത്. വേട്ടയാടി മൃഗങ്ങളെയൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ഒരിക്കലും എന്താണ് കാട്ടിൽ തീപിടുത്തമുണ്ടായി. തീ പിടിച്ചു. അപ്പോഴെല്ലാം തീയിൽ കരിഞ്ഞു പോയ സമയത്ത് ഇവർക്ക് വിശന്നപ്പോൾ എന്താണ്, ആ കരിഞ്ഞു കിടന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ എടുത്ത് കഴിക്കുകയും ആ വെന്ത മാംസത്തിനാണ് പച്ച മാംസത്തിനേക്കാൾ കൂടുതൽ രുചിയെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് അങ്ങനെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മാറിയാണ് നമ്മളിപ്പം വന്നിരിക്കുന്ന ഈ ഒരു ആധുനിക സമൂഹത്തിൽ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. മനസ്സിലായി? അപ്പോഴത്തേനും നമ്മുടെ പൂർവികർ എവിടായിരുന്നു? ആരായിരുന്നു? നമ്മുടെ പൂർവികരെല്ലാവരും കാട്ടിൽ വസിച്ചിരുന്ന ആളുകൾ ആയിരുന്നു. നോക്കിയേ, നമ്മളെന്താണ് ഈ ഒരു പാഠഭാഗത്ത് നോക്കിയേ, കുടിയേറ്റ കാലത്തിന്റെ കഠിന ജീവിതകഥകൾ പറയുന്ന പാഠഭാഗമാണിത്. എന്താണ്? കുടിയേറ്റ കാലത്തിന്റെ കഠിന ജീവിതകഥകൾ പറയുന്ന പാഠഭാഗമാണിത്. എന്നാൽ കാടിന്റെ വനസൗന്ദര്യത്തെ കലാത്മകമായി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. എന്താണ്? ആ ഒരു കാടിന്റെ വന്യ സൗന്ദര്യത്തെ, ആ ഒരു എന്താണ് പറയുന്ന ഒരു വന്യമായിട്ട്, നമ്മൾ എങ്ങനെ പറയുന്ന വന്യ സൗന്ദര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് നമുക്ക് പറഞ്ഞാൽ വാക്കുകൾ കിട്ടാത്തതിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ള ഒരാളാണ് വന്യജീവികൾ. നമ്മൾ പറയത്തില്ല, കാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ് വന്യജീവികൾ. വന്യ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ വന്യ സൗന്ദര്യത്തെ കലാത്മകമായിട്ട് നല്ല കലയോടുകൂടി നല്ല സൗന്ദര്യത്തോടുകൂടിയൊക്കെ വർണ്ണിച്ചിരിക്കുന്ന ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം കാണുന്ന എല്ലാ സുഖജീവിതങ്ങൾക്കും പിന്നിൽ നമ്മുടെ പിതാമഹന്മാരുടെ കണ്ണീരും ചോരയും വിയർപ്പും വീണ് കിടപ്പുണ്ട്. എന്താണ് ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന എന്താണ്? ഇന്ന് കാണുന്ന എല്ലാ സുഖജീവിതങ്ങൾക്കും എന്താണ്? അതിന് പിന്നിൽ നമ്മുടെ മഹാത്മാരുടെ കണ്ണീരും ചോരയും വിയർപ്പും വീണ് കിടപ്പുണ്ട്. മണ്ണിനോടും മലമ്പാമ്പിനോടും ഏറ്റുമുട്ടി ജീവിതം പച്ച പിടിപ്പിച്ച കുടിയേറ്റ കാലത്തിന്റെ ദീപ്ത സ്മരണകളാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. എന്താണ് ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത്? നമ്മുടെ പിതാമഹന്മാരെവിടായിരുന്നു? അവരുടെ കണ്ണീരും ചോരയും വിയർപ്പും വീണ് കിടക്കുന്നിടമാണ് ഈ കാനനങ്ങൾ എന്ന് പറയുന്ന കാടുകൾ. നമ്മൾക്ക് അതിൽ നിന്നും അവരുടെ ആ ഒരു വിയർപ്പും ചോരയും എല്ലാം അതിൽ നിന്നും ലഭിച്ചതാണ് നമുക്ക് ഈ കാണുന്ന ജീവിത സൗകര്യങ്ങളെല്ലാം തന്നെ. കണ്ടോ, എന്തൊക്കെയാണ് ഇന്ന് നാം കാണുന്ന എല്ലാ സുഖജീവിതങ്ങൾക്കും പിന്നിൽ നമ്മുടെ പിതാമഹന്മാരുടെ കണ്ണീരും ചോരയും വിയർപ്പും വീണ് കിടപ്പുണ്ട്. പിന്നെന്താണ്? മണ്ണിനോടും മലമ്പാമ്പിനോടും ഏറ്റുമുട്ടി. മലമ്പാമ്പ് എന്ന് പറയുന്നത് അറിയുമോ എന്താണെന്ന്? നമ്മുടെ പെരുമ്പാമ്പില്ലേ, പെരുമ്പാമ്പിനെ പറയുന്ന പേരാണ് മലമ്പാമ്പ്. അതെന്താണ്? ആളുകളെ അത് കടിച്ചു കഴിഞ്ഞാൽ വിഷവും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ എന്താണ്, ആളുകളെ മൊത്തത്തിൽ അങ്ങ് ചുറ്റി വിഴുങ്ങിയാണ് അത് ചെയ്യുന്നത് മലമ്പാമ്പ്. ആ മലമ്പാമ്പിന്റെ കാര്യം എന്താണ് പറയുന്നത്? മണ്ണിനോട് മലമ്പാമ്പിനോട് ഏറ്റുമുട്ടി ജീവിതം പച്ച പിടിപ്പിച്ച കുടിയേറ്റ കാലത്തിന്റെ ദീപ്ത സ്മരണകളാണ്
ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. നോക്കെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഞങ്ങളുടെ ഏറുമാടം 16-ാം കണ്ടത്തിലായിരുന്നു. അവിടെ താവളം അടിച്ചുകൊണ്ട് സ്ഥലം വെട്ടിയെടുക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. ഒരു പ്രഭാതത്തിൽ മലയിറങ്ങി ഞങ്ങൾ താഴോട്ട് നടന്നു. ഉച്ചയോടെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വാരത്തിലെത്തി. നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പാണ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ഇത്രയും വണ്ണവും ഉയരമുള്ള മരങ്ങൾ ആദ്യമായാണ് അടുത്ത് കാണുന്നത്. അവയിലെല്ലാം നിറയെ പക്ഷികളാണ്. വളരെ ചെറിയവ തൊട്ട് വമ്പൻ പരുന്തുകൾ വരെ. വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ളവ. പക്ഷികളുടെ ആഹ്ലാദ സ്വരങ്ങളെ ചുറ്റും കേൾക്കാനുള്ളൂ. പക്ഷേ വനസൗന്ദര്യം ആസ്വദിക്കാനുള്ള മനോഭാവത്തിലായിരുന്നില്ല ഞങ്ങൾ. മുൻപിൽ പോകുന്നവരുടെ പിന്നാലെ ഭയപ്പാടോടെ നടക്കുകയാണ്. അമ്പരപ്പോടെ നാലുപാടും കണ്ണയച്ച് നടക്കുന്നു. പെട്ടെന്ന് ചില കാഴ്ചകൾ കണ്ട് കൗതുകം തോന്നുന്നു. നോക്കിക്കേ, എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ഏറുമാടം. ഏറുമാടം എന്താണെന്ന് അറിയാമോ മക്കളെ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. നമ്മളുടെ ടെക്സ്റ്റിനകത്ത് കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ? എന്താണ്? കുറേ മരങ്ങളുടെ മുകളിൽ വീട് പോലെ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഏറുമാടം എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് കയറി പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ ഉണ്ട്, ഒരു ഗോവണി കണക്കൊരു സംഭവം, നമ്മളുടെ ഒരു ഏണി കണക്കൊരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ തെമ്മല എക്കോ ടൂറിസത്തിലൊക്കെ ചെന്നാൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഏറുമാടങ്ങൾ. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ തടി കൊണ്ടോ പലക കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു വീടാണ് ഏറുമാടം എന്ന് പറയുന്നത്. എന്താണ് ഏറുമാടം? എവിടെയായിരുന്നു? 16-ാം കണ്ടത്തിലായിരുന്നു. അവിടെ താവളം അടിച്ചുകൊണ്ട് സ്ഥലം വെട്ടിയെടുക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അവിടെ താവളം അടിച്ചുകൊണ്ട്, അവിടെ എന്താണ് എല്ലാവരും അവിടെ കൂടി നിന്നു, അവിടെ താവളം അടിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥലം വെട്ടിയെടുക്കാനായിരുന്നു പദ്ധതി. എന്താണ്? അവിടുന്ന് കയ്യേറി എടുക്കുകയാണ്, കയ്യേറ്റം ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. ഒരു പ്രഭാതത്തിൽ മലയിറങ്ങി ഞങ്ങൾ താഴോട്ട് നടന്നു. ഒരു ദിവസം രാവിലെ, പ്രഭാതം എന്ന് വെച്ചാൽ രാവിലെയുള്ള സമയം, രാവിലെ എന്ത് ചെയ്തു? മലയിറങ്ങി ഞങ്ങൾ താഴോട്ട് നടന്നു. ഉച്ചയോടെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വരയിലെത്തി. ഉച്ചയോടെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വാരത്തിലെത്തി. നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പാണ്. നട്ടുച്ച സമയത്ത് എന്താണ് അവിടെ നല്ല തണുപ്പാണ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന എന്ത് മരങ്ങളാണ്? കൂറ്റൻ മരങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളുടെ കാട്ടിൽ, നമ്മുടെ വനത്തിലുള്ള ആരും കയറി വെട്ടുന്നതൊന്നും ഇല്ലല്ലോ ആ മരങ്ങളെല്ലാം. അപ്പോഴേക്കാണ് വളരെ വലിയ മരങ്ങളായിരിക്കും. പക്ഷെ നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടാത്തത്ര വലിപ്പത്തിലുള്ള മരങ്ങളായിരിക്കും. നമ്മൾ 3-4 പേരിങ്ങനെ കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ അതിന് ചുറ്റളവ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെന്താണ്? ആകാശമുണ്ട്, അത്രയ്ക്കും പടർന്ന് പന്തലിച്ചെന്ന് അതിൻ്റെ മുകൾ വശം നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ അത്ര വലുതായിട്ടുള്ള മരങ്ങൾ വരെ ഇവിടെ ഉണ്ട്, നമ്മുടെ കാട്ടിലുണ്ട്. നോക്കിയേ, എന്താണ്? ഉച്ചയോടെ ഇവിടെ എത്തി മരങ്ങൾ. ഒരു പ്രഭാതത്തിൽ മലയിറങ്ങി ഞങ്ങൾ താഴോട്ട് നടന്നു. ഉച്ചയോടെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വാരത്തിലെത്തി. നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പാണ്. എന്താണ്? ആ ഉച്ച സമയമായിട്ടും, പെരുവെയിലല്ലേ നമുക്കൊക്കെ ഇവിടുത്തെ ഉച്ച സമയം എന്ന് വെച്ചാൽ എന്തൊരു ചൂടും വെയിലുമാണ്. അപ്പോഴവിടെ നട്ടുച്ചയായിട്ട് പോലും എന്താണ്? നല്ല കാലാവസ്ഥ. എന്താണ്? നല്ല തണുത്ത കാലാവസ്ഥയാണ്. കാര്യം എന്താണ്? വലിയ മരങ്ങൾ നിൽക്കില്ല, അതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം വളരെ ശക്തമായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല. അവിടെ തണുപ്പാണ്. അതുകൊണ്ട് കണ്ടോ, നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പാണ്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ആകാശം മൊത്തത്തിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. ഇത്രയ്ക്കും വണ്ണവും ഉയരവുമുള്ള മരങ്ങൾ ആദ്യമായാണ് അടുത്ത് കാണുന്നത്. ഇത്രയും വണ്ണവും ഉയരവുമുള്ള വലിയ മരങ്ങൾ അതെന്താണ്? ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. അവയിലെല്ലാം നിറയെ പക്ഷികളാണ്. എന്താണ്? അവയിലെല്ലാം നിറയെ പക്ഷികളാണ്. ആ വലിയ മരങ്ങൾ നിറയെ എന്താണ്? പക്ഷികളാണ്. വളരെ ചെറിയവ തൊട്ട് വമ്പൻ പരുന്തുകൾ വരച്ച് കുഞ്ഞു നമ്മളെ എന്താണ് മൊട്ടച്ചിക്കിളിയൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കിളി, ആ ചെറിയ കിളികൾ മുതൽ എന്താണ് വലിയ വലിയ പരുന്തുകൾ വരെ ഉണ്ട്. വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള എന്താണ് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള നിറവും രൂപവും എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞൂടെ. ചെറിയ കിളികളുള്ളതുകൊണ്ട്, വലിയ കിളികളുണ്ട്, പരുന്തുകളുണ്ട്. എന്താണ് നമ്മളുടെ ചുറ്റും തന്നെ ഉള്ള എന്തുമാത്രം കളറിലുള്ള കിളികളാണ്. നമുക്ക് കുഞ്ഞു മഞ്ഞ കിളികളുണ്ട്, ആഷ് കളറുണ്ട്, പിന്നെന്താണ് പച്ച നിറത്തിലുള്ള കിളികളുണ്ട്, ചെറിയ ചുവപ്പും മഞ്ഞയുണ്ട്, മഞ്ഞയും കറുപ്പും ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കിളികൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കണക്കുള്ള എന്താണ് പലതരത്തിലുള്ള നിറയെ പക്ഷികൾ, പല നിറത്തിലും
പിന്നെന്താണ് വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള പല കളറിലും പല രൂപത്തിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള പക്ഷികളുണ്ട്. അതായത് കുഞ്ഞു കിളികൾ മുതൽ എന്താണ് ചെറിയവ തൊട്ട് വമ്പൻ പരുന്ത് വരെ ഉണ്ട്. വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ളവ. പക്ഷികളുടെ ആഹ്ലാദ സ്വരങ്ങളെ ചുറ്റും കേൾക്കാനുള്ള പക്ഷികളുടെ ആഹ്ലാദങ്ങൾ, കിളികളുടെ ആ ഒരു ആഹ്ലാദ സ്വരങ്ങൾ മാത്രമേ ചുറ്റും കേൾക്കാനുള്ളൂ. പക്ഷേ വനസൗന്ദര്യം ആസ്വദിക്കാനുള്ള മനോഭാവത്തിലായിരുന്നില്ല ഞങ്ങൾ. പക്ഷേ എന്താണ് വനസൗന്ദര്യം, ആ കാടിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു മനോഭാവത്തിലായിരുന്നില്ല ഞങ്ങൾ. മുമ്പിൽ പോകുന്നവരുടെ പിന്നാലെ ഭയപ്പാടോടെ നടക്കുകയാണ്. ഇപ്പോഴത്താണ് ആ ഒരു വനത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനുള്ളൊരു മനസ്സ് അന്നേരം ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടൂറിന് പോവുകയാണെങ്കിൽ തന്നെ അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് ടെൻഷനായിരിക്കും. നമുക്ക് എന്തൊക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനകത്തോട്ടൊന്ന് ലയിച്ച് ചേരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് എന്താണ് ആ ഒരു പക്ഷികളുടെ ആഹ്ലാദ സ്വരങ്ങൾ മൊത്തം അതിന് ചുറ്റും കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് വനസൗന്ദര്യം ആസ്വദിക്കാനുള്ള മനോഭാവത്തിലായിരുന്നില്ല ഞങ്ങൾ. ഈ പക്ഷികളുടെ ആഹ്ലാദ സ്വരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും പക്ഷികൾ എന്തെങ്കിലും ചിരിച്ചുകൊണ്ടേയിരിക്കും. കുരുവികളാണേലും കിളികളാണേലും പരുന്തുകളാണേലും എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെന്താണ് അവരുടെ ലാംഗ്വേജിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നതായിരിക്കാം. പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്ന ശബ്ദമൊക്കെ ആയിരിക്കാം. അത് എന്താണ് ആ പക്ഷികളുടെ ആഹ്ലാദ സ്വരങ്ങളെ ചുറ്റി കേൾക്കാനുള്ള, പക്ഷേ വനസൗന്ദര്യം ആസ്വദിക്കാനുള്ള മനോഭാവത്തിലായിരുന്നില്ല ഞങ്ങൾ. മുമ്പിൽ പോകുന്നവരുടെ പിന്നാലെ ഭയപ്പാടോടെ നടക്കുകയാണ്. ഇപ്പോഴെന്താണ് മുമ്പിൽ പോകുന്ന ആളുടെ പിന്നാലെ ഭയപ്പാടോടെ എന്ന് വെച്ചാൽ എന്താ, പേടിച്ച് ഭയപ്പാടോടെ. ഭയപ്പാടോടെ എന്താണ് പേടിച്ച് കേട്ടോ. ഭയപ്പാടോടെ നടക്കുകയാണ്. അമ്പരപ്പോടെ 4 പാടും കണ്ണയച്ച് നടക്കുന്നു. പേടിച്ച്. ഇപ്പോഴെന്താണ് നമ്മളെന്താണ് പറഞ്ഞത് നോക്കിയേ, ഭയപ്പാടോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് ആ മുൻപേ പോകുന്ന ആളിൻ്റെ പുറകെ പോവുകയാണ് കേട്ടോ. ഞങ്ങളെന്താണ് മുമ്പേ പോകുന്നവരുടെ പിന്നാലെ ഭയപ്പാടോടെ പേടിച്ചാണ് പോകുന്നത്, നടക്കുകയാണ്. അമ്പരപ്പോടെ 4 പാടും കണ്ണയച്ച് നടക്കുന്നു. എന്താണ് പേടിച്ച് അന്തം വിട്ട് ഈ ചുറ്റുപാട് 4 വശത്ത് ഇങ്ങനെ കണ്ണയച്ച് നടക്കുകയാണ്. ഭയപ്പാടോടെ നടക്കുകയാണ് കേട്ടോ. 4 പാടും കണ്ണയച്ച് നടക്കുന്നു. പെട്ടെന്ന് ചില കാഴ്ചകൾ കണ്ട് കൗതുകം തോന്നുന്നു. എന്താണ് പേടിച്ച് നടക്കുന്നത്? എന്താ ഇതിലേ കൂടെ നടക്കുന്നത്? കാട്ടിനകത്തൂടല്ലേ നടക്കുന്നത്. വല്ല വന്യമൃഗങ്ങളും വരുമോ, പാമ്പ് വരുമോ എന്നൊക്കെയുള്ള പേടിയാണ്. ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ പോകണമെങ്കിൽ ഇപ്പം തന്നെ നോക്കി എല്ലായിടവും കാട് പിടിച്ച് കിടക്കുകയാണ് അല്ലേ. മഴയൊക്കെ പെയ്ത് നിറയെ പോശയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തോടെ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും? അയ്യോ പാമ്പകാണോ ഉണ്ടോ എന്തോ, അയ്യോ ചേരയെങ്ങാണം വരുമോ എന്തോ, നമ്മളൊരു മനസ്സിനകത്തൊരു ഭയം കാണത്തില്ല. അങ്ങനെയാണ് ഒരു ഭയത്തിലാണ് ഇവർ പോകുന്നത്. അപ്പോഴെന്താണ് ആ 4 പാടും കണ്ണയച്ച് നടക്കുന്നത്. പെട്ടെന്ന് അന്തം വിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റും കണ്ണ് നോടിച്ച് നടക്കുകയാണ്. അപ്പോഴെന്താണ് പെട്ടെന്ന് ചില കാഴ്ചകൾ കണ്ട് കൗതുകം തോന്നുന്നു. പെട്ടെന്ന് ചില കാഴ്ചകൾ കണ്ടപ്പോൾ എന്താണ് കൗതുകം, ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴെന്താണ് അടുത്ത് നോക്കിയേ, ആനത്താരയിലൂടെയാണ് നടത്തം. എന്താണ് ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും വഴി നീളെയുണ്ട്. എന്താണ് ആനത്താരയിലൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ആന നടന്നു പോകുന്ന വഴികളുണ്ട് കാട്ടിനകത്ത്. അത് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ സംഭവങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴെന്താണ് ആനത്താരയിലൂടെയാണ് നടത്തം. ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും വഴി നീളെയുണ്ട്. ആനയുടെ കാൽപാദത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആനയുടെ കാൽപ്പാദം നമ്മളൊരു റൗണ്ട് ഷേപ്പിനുള്ളതായിരിക്കും. അതെന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ആനയ്ക്ക് എന്തുമാത്രം വെയിറ്റ് കാണും. ഒരു ആനയ്ക്ക് എന്താണെങ്കിലും ഒരു 5 ടണ്ണിൽ കൂടുതലൊക്കെ വെയിറ്റ് കാണത്തില്ല. ഒരു 500 കിലോയിൽ പുറത്തൊക്കെ ഭാരം കാണുമല്ലോ ഒരു ആനയ്ക്ക്. കാണില്ലേ? പിന്നെ ഭയങ്കര ഭാരമില്ല ആനയ്ക്ക്. അപ്പോൾ ആ വെയിറ്റ് മൊത്തം വന്നിങ്ങനെ താഴെ ചവിട്ടുമ്പോഴെന്താണ് ആ ഭാഗം ഇങ്ങനെ ആ പോച്ചയാണെങ്കിലും എല്ലാം അതേ ഷേപ്പിലങ്ങ് അമുങ്ങിപ്പോകും. അങ്ങനെ അടയാളമായിട്ട് കിടക്കും. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് മണ്ണിനകത്ത് കുഴിമണ്ണിലൊക്കെ ചവിട്ടിയാൽ നമ്മുടെ കാല് പതിഞ്ഞ് കിടക്കത്തില്ലേ? അതുപോലെ നമ്മുടെ ആന ചവിട്ടുന്നിടത്ത് ആനയുടെ കാല് പതിഞ്ഞ് കിടക്കും കേട്ടോ. നോക്കി എപ്പോഴത്താണ് ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും വഴി നീളയുണ്ട്. വഴിയിലെല്ലാം എന്തുണ്ട്? ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും വഴി നീളയുണ്ട്.
മറ്റ് കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാടുകളും കാണാം. മറ്റ് കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാട് എന്തൊക്കെ വേറെ കാട്ടുമൃഗം? സിംഹം, പുലി, കടുവ, കരടി, അങ്ങനെ വേറെ കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാടുകളും കാണാം. ഞങ്ങളുടെ കാൽപ്പാടുകളും മണ്ണിൽ പതിയുന്നുണ്ട്. അപ്പോഴെന്താണ്? ഞങ്ങളുടെ കാൽപ്പാടുകളും ഈ മണ്ണിനകത്ത് പതിയുന്നുണ്ട്. കാട്ടിലെ മണ്ണ് അങ്ങനെയാണ്, ചവിട്ടിയാൽ താഴുന്ന നനവൂർന്ന കറുത്ത മണ്ണ്. അപ്പോൾ കാട്ടിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത്? കാട്ടിലെ മണ്ണിൻ്റെ നോക്കിക്കേ, ചവിട്ടിയാൽ താഴുന്ന നനവൂർന്ന കറുത്ത മണ്ണ്. ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ പതിഞ്ഞു പോകും, താഴ്ന്നു പോകും. അങ്ങനെ ചവിട്ടിയാൽ താഴുന്ന നനവൂർന്ന, ഒരു നനവ് എപ്പോഴുണ്ട്. എന്തായിരിക്കാം ആ നനവുള്ളതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ. എന്തായിരിക്കാം നനവുള്ളത്? പറഞ്ഞു, കാട്ടിനകത്ത് നട്ടുച്ചയ്ക്ക് പോലും എന്താണ് കാലാവസ്ഥ? എന്താണ്? നല്ല കുളിരാണ്, നല്ല തണുപ്പാണ്. അപ്പോഴെന്താണ്? ആ ഒരു തണുപ്പും രാത്രിയിൽ ആ ഒരു മഞ്ഞും എല്ലാം കൊണ്ട് എപ്പോഴും അവിടുത്തെ മണ്ണ് എപ്പോഴും നനഞ്ഞു കിടക്കും. ഒരിക്കലും നല്ല ശക്തമായിട്ടുള്ള വെയിൽ വന്നടിച്ച് അവിടുത്തെ മണ്ണ് ഉണങ്ങിപ്പോവില്ല. അതിശക്തമായിട്ടുള്ള വെയിൽ വന്ന് കാട്ടിനകത്തേക്ക് പതിക്കുന്നില്ലല്ലോ. അപ്പോഴാ മണ്ണ് എന്ത് ചെയ്യും? മണ്ണ് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോകുന്നില്ല, ഡ്രൈ ആയി പോകുന്നില്ല. അപ്പോഴെപ്പോഴും ഒരു നനവും ഒരു തണുപ്പും ഒക്കെ കാണും. അപ്പോഴെന്താണ്? ചവിട്ടിയാൽ താഴുന്ന നനവൂർന്ന കറുത്ത മണ്ണ്. ചവിട്ടി കഴിഞ്ഞാൽ താന്നു പോകുന്ന നനവുള്ള ഒരു കറുത്ത മണ്ണാണ്. നോക്കിയേ, മനസ്സിലായോ? അടുത്ത പാരഗ്രാഫ് ഒന്നും കൂടെ വായിക്കണം മക്കളെ. ആനത്തരയിലൂടെയാണ് നടത്തം. ആനയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും വഴി നീളയുണ്ട്. മറ്റ് കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാടുകളും കാണാം. ഞങ്ങളുടെ കാൽപ്പാടുകൾ മണ്ണിൽ പതിയുന്നുണ്ട്. കാട്ടിലെ മണ്ണ് അങ്ങനെയാണ്, ചവിട്ടിയാൽ താഴുന്ന നനവൂർന്ന കറുത്ത മണ്ണ്. ഇപ്പോൾ കാട്ടിലെ മണ്ണിൻ്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കേ? ഇല്ല കേട്ടോ. എന്നാൽ തന്നെയും ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഞാൻ ചോദിച്ചത് നിങ്ങൾ പറയാൻ തയ്യാറായിരിക്കണം കേട്ടോ. കാട്ടിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. വനത്തിൽ പ്രാഥമികമായി വഴികൾ സൃഷ്ടിക്കുന്നത് ആനകളാണത്രേ. എന്താണ് പ്രാഥമികം എന്ന് വെച്ചാൽ? ആദ്യമായിട്ട് വനത്തിൽ പ്രാഥമികമായി വഴികൾ സൃഷ്ടിക്കുന്നത് ആനകളാണത്രേ. ആനത്താരകളെന്നും ഈ വഴികളെ അറിയപ്പെടുന്നു. ആനത്താരകൾ എന്നാണ് ഈ വഴികളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആനത്താരയിലൂടെയാണെന്ന് പറഞ്ഞില്ലേ, ആനത്താരകളാണെന്ന് ഈ വഴികളെ അറിയപ്പെടുന്നത്. അപ്പോൾ ആന പോകുന്ന വഴികളാണ് ആനത്താരകൾ എന്ന് പറയുന്നത്. ആന നടന്നു പോകുന്ന വഴികൾ. മലയോരങ്ങളിൽ സഞ്ചരിക്കുവാൻ പര്യാപ്തമായ തരത്തിലാണ് ആനത്താരകൾ. ഇവിടുത്താണ് മലയോരം എന്ന് വെച്ചാൽ ആ മലയുടെ അടിഭാഗങ്ങളും ചരിവുകളുമായിട്ടൊക്കെ വരും മലയോരങ്ങൾ എന്ന് പറയുന്നത്. ആ മലയോരങ്ങളിൽ സഞ്ചരിക്കുവാൻ പര്യാപ്തമായ തരത്തിലാണ് ആനത്താരകൾ. അപ്പോൾ ആ മലയോരങ്ങളിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമാക്കുക എന്ന് വെച്ചാൽ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ആനത്താരകൾ. ആനകൾ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണത്രേ. ആനകൾ എന്താണ്? ആനകൾ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണ്. നല്ല സിവിൽ എഞ്ചിനീയർമാരുടെ ജോലി എന്തോടോ? നമ്മളുടെ റോഡ് പണി നടത്തുന്ന സിവിൽ എഞ്ചിനീയേഴ്സാണ്. നമ്മൾ താമസിക്കുന്ന വീട്, ആ ബിൽഡിങ്സ് എല്ലാം, ഓഫീസുകളെല്ലാം പണിയുന്നത് ആരുടെ ജോലിയാണ്? സിവിൽ എഞ്ചിനീയർമാരുടെ ജോലിയാണ്. അപ്പോൾ അവരാണ് കൃത്യമായിട്ട് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അളവും കാര്യങ്ങളും എല്ലാം എടുത്ത് അതനുസരിച്ചാണ് അവർ ആദ്യം പ്ലാൻ വരച്ചതിന് ശേഷം അതനുസരിച്ചാണ് ആ ബിൽഡിംഗ് എല്ലാം പണിയുന്നത്. അത് തന്നെ റോഡാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കിപ്പം കൂടുതലായിട്ട് റോഡ് പണി നടക്കുന്നുണ്ടല്ലോ ഈ പ്രദേശത്തെല്ലാം. അപ്പോഴെന്താണ് അവിടെ എന്താണ് ആ കറക്റ്റായിട്ട് ഇങ്ങനെ മെഷർമെൻ്റൊക്കെ അളക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ച് ചരിവ് എങ്ങോട്ട് ചരിയും, നേരെ എങ്ങോട്ടാണ്, വളം എങ്ങോട്ടാണ്, അതെല്ലാം സിവിൽ എഞ്ചിനീയർമാരാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അപ്പോൾ നമ്മുടെ ആനകൾ എന്താണെന്നാണ് പറയുന്നത്? ആനകൾ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരത്രേ. കണ്ടോ? ബോധമുള്ളവരാണത്രേ. ആ ആനകൾ എന്താണ്? നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണ് ആനകൾ. കാട്ടിലെത്തിയാൽ മനുഷ്യൻ സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത് ആനത്താരകളെയാണ്. ഈ ആനത്താരകളാണ് പിന്നീട് കൂപ്പ് റോഡുകളായി മാറിയത്. നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. നമുക്കിതിനകത്തുള്ള ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. വനത്തിൽ പ്രാഥമികമായി വഴികൾ സൃഷ്ടിക്കുന്നത് ആനകളാണത്രേ. ആനത്താരകളെന്നും ഈ വഴികൾ അറിയപ്പെടുന്നത്. മലയോരങ്ങളിൽ സഞ്ചരിക്കുവാൻ പര്യാപ്തമായ തരത്തിലാണ് ആനത്താരകൾ. മലയോരങ്ങളിൽ സഞ്ചരിക്കാൻ പര്യാപ്തമായ തരത്തിലാണ് ആനത്താരകൾ. ആനകൾ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണത്രേ. ആനകളപ്പോൾ എന്ത് ബോധമുള്ളവരാണെന്ന്? സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണ് ആനകൾ. എന്താണ്? കാട്ടിലെത്തിയ മനുഷ്യൻ സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത് ആനത്താരകളെയാണ്. നമ്മൾ കാട്ടിൽ നിന്നും കാട്ടിലെത്തിക്കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ കാട്ടിലെ വഴികൾ വല്ലതും നമുക്കറിയാമോ? അറിയത്തില്ല. ഇവിടെ കയറി നിന്ന് കറങ്ങി കഴിഞ്ഞാൽ തെക്കേത് വടക്കേതെന്ന് പോലും അറിയാത്ത കണക്കുള്ള കാനനമാണ്. അപ്പോൾ നമുക്ക് വഴി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ആനകൾ നടന്നു പോയിരിക്കുന്ന വഴിയെ നമ്മൾ നടന്നു പോകും. കണ്ടോ? ഈ ആനത്താരകളാണ് പിന്നീട് കൂപ്പ് റോഡുകളായി മാറിയത്. കൂപ്പ് റോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാട്ടിലേക്ക് പോകാനുള്ള റോഡുകളുണ്ടല്ലോ, അതാണ് കൂപ്പ് റോഡുകളെന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കിക്കേ മക്കളെ ആ ഒരു പാരഗ്രാഫ്. വനത്തിൽ പ്രാഥമികമായി വഴികൾ സൃഷ്ടിക്കുന്നത് ആനകളത്രേ. പ്രാഥമികം എന്ന് വെച്ചാൽ ആദ്യമായി വഴികൾ സൃഷ്ടിക്കുന്നത് ആരാണ്? സൃഷ്ടിക്കുന്നത് ആനകളാണത്രേ. ആനത്താരകൾ എന്നാണ് ഈ വഴികൾ അറിയപ്പെടുന്നത്. എന്താണ് ആനത്താരകൾ എന്നാണ് ഈ വഴികൾ അറിയപ്പെടുന്നത്? മലയോരങ്ങളിൽ സഞ്ചരിക്കുവാൻ പര്യാപ്തമായ തരത്തിലാണ് ആനത്താരകൾ. മലയോരങ്ങളിൽ, മലയുടെ ആ അറ്റത്തോട് ഓരോ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പര്യാപ്തമായ തരത്തിലാണ് ഈ ആനത്താരകൾ. ആനകൾ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് ബോധമുള്ളവരാണത്രേ. കാട്ടിലെത്തിയാൽ മനുഷ്യൻ സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത് ആനത്താരകളെയാണ്. ഈ ആനത്താരകളാണ് പിന്നീട് കൂപ്പ് റോഡുകളായി മാറിയത്. ഓക്കെ, ബാക്കി നോക്കിക്കേ. വൻമരങ്ങൾക്ക് കീഴെ ഈറ്റക്കാടുകളാണ്. എന്താണ് ഈ വൻമരങ്ങൾ? പറഞ്ഞില്ലേ നമ്മൾ പിടികിട്ടാത്ത അത്രയ്ക്കും വലുതായിട്ടുള്ള വൻമരങ്ങൾ, ആകാശമുട്ടയിൽ നിൽക്കുന്ന ആ വൻമരങ്ങൾ. ആ വൻമരങ്ങൾക്ക് താഴെ എന്താണ്? ഈറ്റക്കാടുകളാണ്. ഈറ്റക്കാടുകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഈറക്കാടില്ലേ? ഈറ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഈ കൊട്ടയം വട്ടിയൊക്കെ ഇല്ലേ, കൊട്ടയം വട്ടിയൊക്കെ നമ്മൾ നെയ്യുന്നത് ഈ ഈറ എടുത്താണ്. ഈറയുടെ പൊളി എടുത്തിട്ടാണ് കൊട്ട വട്ടി. നമ്മളുടെ പായ ഒക്കെ ഉണ്ട്, പായൊക്കെ ഉണ്ടായിരുന്നു മക്കളെ. ആ പരമ്പ്, നമ്മൾ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നെല്ലൊക്കെ ഉണക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പരമ്പ്. അതെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഈറയുടെ പൊളി എടുത്തിട്ടായിരുന്നു. അതെല്ലാം സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടം വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും ഇപ്പോഴില്ല. അപ്പോൾ നമുക്ക് നെൽകൃഷിയില്ല, അതുകൊണ്ട് നമുക്ക് എന്താണ് ആ പരമ്പിൻ്റെ ആവശ്യമില്ല അല്ലേ? നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് എന്താണ് കൊട്ടയുടെയും വണ്ടിയുടെയും മുറത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. അപ്പോഴെന്താണ് അതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞു. അപ്പോഴെന്താണ് അപ്പോൾ നമുക്ക് ഈറകൾ കൊണ്ടുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലാതായി. അപ്പോഴെന്താണ് ഈ വൻമരങ്ങൾക്ക് കീഴെ എന്തുണ്ട്? ഈറക്കാടുകളാണ്. ഹൈ റേഞ്ച് വനങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് ഈ ഈറക്കാടുകൾ. എന്താണ് ഹൈ റേഞ്ച് വനങ്ങൾ? ഹൈ റേഞ്ച് വനങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഉയരത്തിലേക്ക് പോകുന്ന കുന്നുകളുണ്ടല്ലോ. ഹൈ റേഞ്ച് പ്രദേശം ഉയർന്ന പ്രദേശങ്ങളാണ് ഹൈ റേഞ്ച് പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴെന്താണ് ആ ഹൈ റേഞ്ച് വനങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് ഈറ്റക്കാടുകൾ. ഈറ്റക്കാടെന്ന് പറയുന്നത് ഹൈ റേഞ്ച് വനങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ ഈറ്റക്കാടുകൾ. കുടിയേറ്റ കർഷകനെ ഏറെ സഹായിച്ചിട്ടുള്ള വന്യസസ്യമാണ് ഈറ്റ. എന്താണ് ഈ കുടിയേറ്റ കർഷകൻ എന്ന് വെച്ചാൽ കുടിയേറി പാർക്കുന്ന കർഷകർ, അവിടെ ചെന്ന് കൃഷി ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന കർഷകരുണ്ട്. ആ കുടിയേറ്റ കർഷകനെ ഏറെ സഹായിച്ചിട്ടുള്ള വന്യസസ്യമാണ് ഈറ്റ. വന്യസസ്യം എന്ന് വെച്ചാൽ കാട്ടിലുള്ള സസ്യത്തിനെയാണ് വന്യസസ്യം എന്ന് പറയുന്നത്. നമ്മൾ കാട്ടിലുള്ള മൃഗത്തിനെ എന്ത് പറയുന്നുണ്ട്? വന്യമൃഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാട്ടിലുള്ള സസ്യം വന്യസസ്യം. എന്താ? വനസസ്യമാണ്. വനത്തിലുള്ളത് വനസസ്യം. എന്താണത്? വന്യത്തിലുള്ളതല്ലേ? വനത്തിലുള്ള നമ്മുടെ വന്യജീവി പോലെ തന്നെയാണ് ആ വനത്തിലുള്ള സസ്യങ്ങൾ. വനസസ്യമാണ് ഈറ്റ. അപ്പോൾ നമ്മുടെ കാട്ടിലുള്ള ഒരു വനസസ്യം. അതായത് നമ്മളുടെ നാട്ടിൽ ഈറ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കുറേ ആളുകൾക്ക് നട്ട് വളർത്തുന്നുണ്ട്. എന്തിനാണ്? നമുക്ക് ഈ തോട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, തോട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഈറ എടുക്കുന്നുണ്ട്. തോട്ടയ്ക്ക് വേണ്ടിയിട്ട് കണ്ടിട്ടേ വലിയ എന്താണ് ഈറയും മുളയുമുള്ള ആ തോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. എന്ന് വെച്ചാൽ നമുക്കിപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി ലൈൻ കമ്പി പോകത്തില്ലേ? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് വരികയോ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മുളയും ഈറയും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തട്ടി മാറ്റി കഴിഞ്ഞാൽ എന്താണ് ആ ഈറയ്ക്കകത്ത് മുളയ്ക്കകത്ത് എന്താണ് കറണ്ട് അബ്സോർബ് ചെയ്യത്തില്ല, കറണ്ട് പ്രവഹിക്കത്തില്ല, അതിനകത്തോടെ കറണ്ട് പിടിച്ചെടുക്കത്തില്ല. അപ്പോഴെന്താണ് ഇപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മുളയോ ഈറയോ ഉണ്ടെങ്കിൽ അതെടുത്തിങ്ങനെ നമുക്ക് അടിച്ചു മാറ്റാം. അവരെ തട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല, അവർക്ക് അതിനകത്ത് മോചനം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോഴെന്താണ് എന്താണ് കുടിയേറ്റ കർഷകനെ ഏറെ സഹായിച്ചിട്ടുള്ള വനസസ്യമാണ് ഈറ്റ. ഈറ്റ എന്ന് പറഞ്ഞാൽ ഈറയാണ്. ഈറ്റ ആദ്യമായി വച്ച് കെട്ടുന്ന കുടിലുകൾക്ക് ഈറ്റ തന്നെയാണ് പ്രധാന നിർമ്മാണ വസ്തു. അപ്പോൾ ആദ്യമായി വച്ച് കെട്ടുന്ന കുടിലുകൾക്ക് എന്തായാലും
കുടിയേറ്റക്കാർ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തായാലും ഒരു താമസ സ്ഥലമില്ലാതെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴെന്താണ് ആദ്യമായി വെച്ചുകൊണ്ടുന്ന കുടിലുകൾക്ക് ഈറ്റ തന്നെയാണ് പ്രധാന നിർമ്മാണ വസ്തു. ഈറ്റ തന്നെയാണ് പ്രധാനമായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്തു. പുരയുടെ വാരിയായാലും കഴിക്കോലായാലും കുത്തിമറയ്ക്കാനുള്ള മറയായാലും ഈറ്റയാണ് ഉപയോഗിച്ചിരുന്നത്. എന്താണ് പുരയുടെ വാരി, നമ്മളിങ്ങനെ മുകൾ വെക്കത്തില്ലേ, വാരി സൈഡിൽ വെക്കുന്നുണ്ട്, വെള്ളം പോകാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ വാരിയുള്ള സംഭവം. അപ്പോഴെന്താണ് പുരയുടെ വാരിയായാലും കഴിക്കോലായാലും, പട്ടിയിലും കഴിക്കോലുണ്ട്, നമ്മളിങ്ങനെ വെച്ച് മറയ്ക്കാൻ വേണ്ടി വെച്ച് അടിക്കത്തില്ലേ പട്ടിയിലും കഴിക്കോലും ഒക്കെ വയ്ക്കുന്നത്. അപ്പോഴെന്താണ് ആ കഴിക്കോലായാലും കുത്തി മറയ്ക്കാനുള്ള മറയായാലും, എന്നിട്ട് ഭിത്തി വേണ്ടേ, അപ്പോഴാ കുത്തി മറയ്ക്കാനുള്ള മറയായാലും ഈ ഈറ്റയാണ് ഉപയോഗിച്ചിരുന്നത്. കുടിൽ വച്ച് കെട്ടാനുള്ള വള്ളി ഈറ്റ പൊളിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. എന്താണ് ആ കുടിൽ വെച്ച് കെട്ടാനുള്ള വള്ളി. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താണ് കയറും പ്ലാസ്റ്റിക്കും ഒക്കെ കിട്ടും, പക്ഷെ അവിടെ ആണെങ്കിലോ അതൊന്നുമില്ല. അപ്പോഴെന്താണ് ആ വള്ളി എന്താണ് ഈ ഈറ്റ പൊളിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഈറ്റ അതിനകത്തുനിന്ന് പൊളി ഇളക്കിയെടുത്തിട്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ നൈസായിട്ട് ഇളക്കിയെടുക്കുന്നത് കൊണ്ടാണ് അത് എന്താണ് വള്ളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്നും കൂടെ നോക്കിയ മക്കളെ പാരഗ്രാഫ്. വൻമരങ്ങൾക്ക് കീഴെ ഈറ്റക്കാടുകളാണ്. ഹൈറേഞ്ച് വനങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് ഈറ്റക്കാടുകൾ. കുടിയേറ്റ കർഷകനെ ഏറെ സഹായിച്ചിട്ടുള്ള വന്യസസ്യമാണ് ഈറ്റ. ആദ്യമായി വച്ചു കെട്ടുന്ന കുടിലുകൾക്ക് ഈറ്റ തന്നെയാണ് പ്രധാന നിർമ്മാണ വസ്തു. പുരയുടെ വാരിയായാലും കഴിക്കോലായാലും കുത്തിമറയ്ക്കാനുള്ള മറയായാലും ഈറ്റയാണ് ഉപയോഗിച്ചിരുന്നത്. കുടിൽ വച്ച് കെട്ടാനുള്ള വള്ളി ഈറ്റ പൊളിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. കുടിൽ വച്ച് കെട്ടാനുള്ള വള്ളി ഈറ്റ പൊളിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. നോക്കിയ മക്കളെ, നാട്ടെ കറക്റ്റായിട്ടുള്ള ഒരു ഏറുമാടത്തിൻ്റെ പിക്ചർ കണ്ടല്ലോ. നോക്കി കണ്ടിട്ടുണ്ടോ നിങ്ങൾ നേരത്തെ ഏറുമാടം? നോക്കിയോ നിങ്ങളെ, കൊട്ടയും വട്ടിയും മുറവും പനമ്പും ഈറ്റയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. എന്താണ് ആ കൊട്ടയും വട്ടിയും മുറവും പനമ്പും എല്ലാം ഈറ്റയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഈറ്റക്കാടുകൾ സമൃദ്ധിയാണ് ആനകളെ ധാരാളമായി ഇവിടെ കാണുന്നതിനുള്ള കാരണം. ആനയുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ് ഈറ്റയില. നോക്കിക്കേ, കൊട്ടയും വട്ടിയും മുറവും പനമ്പും. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെല്ല് പുഴുങ്ങിയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പായുണ്ടല്ലോ, അതാണ് പനമ്പെന്ന് പറയുന്നത്. ആ പനമ്പും എല്ലാം എന്താണ് ആ കൊട്ടയും വട്ടിയും മുറവും പനമ്പ്. അത് പറഞ്ഞില്ലേ ഞാൻ, നമ്മൾ നെല്ലെല്ലാം ഉണക്കാറുന്ന പരമ്പെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ, പരമ്പ്, അതാണ് തന്നെയാണ് ഈ പനമ്പും. അപ്പോഴെന്താണ് അതെല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈറ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നാണ്. ഈറ്റയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ആ കൊട്ടയും വട്ടിയും ഉറവും പനമ്പും ഈറ്റയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഈറ്റക്കാടുകളുടെ സമൃദ്ധിയാണ് ആനകളെ ധാരാളമായി ഇവിടെ കാണുന്നതിനുള്ള കാരണം. എന്താണ് ഈറ്റക്കാടുകളുടെ സമൃദ്ധി? ഇഷ്ടംപോലെ ഈറ നിൽക്കുന്നത് കൊണ്ടാണ് ആന. അപ്പോഴെന്താണ് ഈറ്റയുടെ ഇലകൾ തിന്നാനായിട്ട് എന്താണ് ആനകൾ ധാരാളമായി ഇവിടെ എത്തുന്നു. ആനകളുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിൽ ഒന്നാണ് എന്ത്? ഈ ഈറ്റയില. ഇതിൻ്റെ ഈറയുടെ ഇലയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. നോക്കിയേ, കൊട്ടയും വട്ടിയും മുറവും പനമ്പും ഈറ്റയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഈറ്റക്കാടുകളുടെ സമൃദ്ധിയാണ് ആനകളെ ഇവിടെ ധാരാളമായി കാണുന്നതിനുള്ള കാരണം. അപ്പോഴെന്താണ് നിറയെ ഈറ പിടിച്ച്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈറ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ മക്കളെ എവിടെയെങ്കിലും? നമ്മളുടെ മുളയില്ലേ, മുളമരം ഉണ്ടല്ലോ, നമ്മളുടെ ബാമ്പു, അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈറ എന്ന് പറയുന്നത്, ഈറ്റ. മുള നമ്മളുടെ ഭയങ്കര മണ്ണത്തിലും പൊക്കത്തിലും ഉയർത്തി പോകുന്ന സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വകഭേദം, അതായത് നല്ല നീളമുള്ള ഈറ്റകളും ഉണ്ട്, നീളം കുറഞ്ഞ ഈറ്റകളും ഉണ്ട്. അപ്പോഴാ വലിയ നീളമുള്ളതാണെങ്കിലോ അത് നമ്മൾ തോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മറ്റേ ചെറുതാണെങ്കിൽ ഈ പനമ്പും കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അതിനകത്ത് പിക്ചറൊന്നും കാണിക്കാനില്ല നിങ്ങളെ. ഈറകൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ മുളയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്, ബാമ്പുവിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോഴെന്താണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ആനകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ് ഇതിൻ്റെ ഇല. കണ്ടോ, ഈറ്റയുടെ ഇല. അപ്പോഴെന്താണ് പിന്നെന്താണ് ഈ
ഈറ്റക്കാട്ടിലുള്ള സമൃദ്ധിയാണ് ആനകളെ ഇവിടെ ധാരാളമായിട്ട് കാണുന്നത്. ആനകളെല്ലാം അവിടേക്ക് വരുന്നത് ആ ഈറ്റക്കാടുകൾ ഒരുപാടുള്ളതുകൊണ്ട്. എന്തുകൊണ്ടാണ്? ആനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിലൊന്നാണ് ഈറ. ഇല്ല, ബാക്കി നോക്കിയ മക്കളെ, അക്കാലത്ത് കാടിൻ്റെ ശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്താണ് അക്കാലത്ത്, ആ സമയത്ത് കാടിൻ്റെ ശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വനത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വനത്തിൻ്റെ പങ്ക് എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഇത്രയും ശക്തമായ ചൂടാണെങ്കിൽ പോലും ആ കാട്ടിനകത്തേക്ക് ഒട്ടും വെയിലെത്തുന്നില്ല, ഒട്ടും ചൂടെത്തുന്നില്ല, നല്ല തണുപ്പായിരിക്കും എപ്പോഴും അവിടെ. അപ്പോഴെന്താണ്, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലൊന്നും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മഴ പെയ്യുന്നത് എങ്ങനെയെന്നും ചൂട് കുറയുന്നത് എങ്ങനെയെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നോക്കിയേ, അപ്പോഴെന്താണ്, ആ വനത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. എന്താണ്, ആ സമയത്ത് വളരെ അപകടകരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാട് തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. ഞങ്ങൾക്ക് മുമ്പ് വന്ന കുടിയേറ്റക്കാർ കാട് തെളിച്ചിരിക്കുന്നത്, ഏറുമാടം കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയുടെ നടുവിലൂടെ ഒഴുകുന്നുണ്ട്. നിങ്ങൾ നോക്കിയപ്പോൾ അനുഗ്രഹം, അക്കാലത്ത് കാടിൻ്റെ ശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ വനത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടുമില്ല. അപ്പോഴെന്താണ്, ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തിലൊക്കെ എന്താണ്, ആ കാടിൻ്റെ ശാസ്ത്രം, ആ വനത്തിൻ്റെ ശാസ്ത്രങ്ങളെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. പിന്നെന്താണ്, ആ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് വനത്തിൻ്റെ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ടില്ല. അത്രയ്ക്കൊന്നും ചിന്തയൊന്നും, ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ചിന്ത ഒന്നും പോകത്തില്ല. അപ്പോഴെന്താണ്, നമ്മളുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് എന്താണ്, നമ്മളുടെ വനത്തിന് വളരെ വലിയ പങ്കല്ലേ ഉള്ളത്. വലിയ പങ്ക് എന്താണെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കാരണം എന്താണ്, അന്നൊന്നും അപകടമായിട്ടുള്ള, ഇത്രയും രൂക്ഷമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, പിന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അങ്ങനെ പോലെ മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നത്തോട് പ്രശ്നം. അതേസമയം വെയിലാണെങ്കിലോ എങ്ങും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കിട്ടത്തില്ല. കിണറുകൾ വറ്റി വരളുന്നു, നമ്മളുടെ ജലാശയങ്ങൾ മൊത്തവും വറ്റി വരളുന്നു, എങ്ങും വെള്ളമില്ലാത്തൊരവസ്ഥ ആയിപ്പോവുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആ കാലാവസ്ഥയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, നമ്മളുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആവുന്നത് നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാത്തത് എന്താണ്? ഈ കാലാവസ്ഥ ഇപ്പോൾ സഹിക്കാനുള്ളത് നമ്മളുടെ ഈ വനനശീകരണം തന്നെയാണല്ലോ അതിന് കാരണം. മരങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് നമുക്കിങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കണ്ടോ, നോക്കിയേ, അന്നൊക്കെ അപകടകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. കാട് തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. എന്താണ്, കാട് വെട്ടിത്തെളിച്ച് മണ്ണ് കൈവശപ്പെടുത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. ആ കാടെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടുത്തെ മണ്ണ് കൈവശപ്പെടുത്തണം, മണ്ണ് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. ഞങ്ങൾക്ക് മുമ്പ് വന്ന കുടിയേറ്റക്കാർ കാട് തെളിച്ചിരിക്കുന്നതും ഏറുമാടം കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ എന്താണ്, കുടിയേറ്റക്കാർ വന്നു കഴിഞ്ഞു. അപ്പോഴെന്താണ്, ആ കുടിയേറ്റക്കാർ എന്ത് ചെയ്തു? കാട് തെളിച്ചിട്ടിരിക്കുന്നത്, ആ കാടെല്ലാം അവിടെ വെട്ടി അവർ തെളിച്ചിരിക്കുന്നു. പിന്നെന്താണ്, അവർക്ക് താമസിക്കാൻ വേണ്ടി എന്ത് കെട്ടിയിരിക്കുന്നു? ഏറുമാടം കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. ആ ഒരു ഏറുമാടം അവിടെ കെട്ടിയിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. ധാരാളം വെള്ളമുള്ള ഒരു തോട് ഈ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെന്താണ്, ഒരുപാട് വെള്ളമുള്ള ഒരു തോട് ആ താഴ്വരയ്ക്ക് താഴ്വശത്തൂടെ താഴ്വരയ്ക്ക് നടുവിലൂടെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോഴെന്താ, എന്തിനാണ് നമുക്ക് ഇത്രയും ഭാഗം പഠിച്ചതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുറേ ആളുകൾ കുടിയേറാൻ വേണ്ടിയിട്ട് കാട് വെട്ടിത്തളിച്ച് കൃഷി ചെയ്ത് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് കയറി വന്നവരാണ്. അപ്പോൾ മാത്രമാണോ വന്നത്? അല്ല, അവർക്ക് മുൻപേ വന്ന വേറെ ആളുകൾ അവിടെ കുടിയേറ്റം ചെയ്തു കഴിഞ്ഞു. എന്താണ്, അവർ അവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ച് എന്താക്കി മാറ്റി? കൃഷിസ്ഥലമാക്കി മാറ്റി. പിന്നെ അവർക്ക് താമസിക്കാൻ എന്താണ്, നമ്മളിപ്പോഴത്തെ പോലെ കോൺക്രീറ്റ് ബിൽഡിങ്സോ എല്ലാം ആണോ? അല്ല, അവരെന്താണ്, ഏറുമാടം കെട്ടിയാണ് അവിടെ താമസിച്ചിരിക്കുന്നത്. ഏറുമാടം കെട്ടി, ഏറുമാടം എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ എന്താണ്, ആ ഈറയെ കൊണ്ടെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വീടാണ് ഏറുമാടം എന്ന് പറയുന്നത്. അപ്പോഴെന്താണ്, ആ ആളുകൾ മരങ്ങളുടെ മുകളിൽ ഏറുമാടങ്ങൾ കെട്ടിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന കഥാപാത്രങ്ങൾ അവർക്ക് മുമ്പ് വന്നവരവിടെ താമസമായി കഴിഞ്ഞു. അപ്പോൾ ഇവരും അവിടെ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. ആ സമയത്ത് ഇവരുടെ മനസ്സിൽ എന്താണ്, വേറൊരു ചിന്തയില്ല. പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയും ഭൂമിക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ പറ്റിയുള്ള ചിന്തകളൊന്നും ഇവരുടെ മനസ്സിലില്ല. ഇവരുടെ മനസ്സിൽ എന്ത് മാത്രമാണുള്ളത്? അവിടെ വെട്ടിപ്പിടിച്ച് കുടിയേറി താമസിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക.
മാഡം ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം കറക്റ്റായിട്ട് പറയണം. പിന്നെ നീറ്റായിട്ട് നോട്ട് എഴുതിയെടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.